നമസ്കാരം. ഇറാനിയൻ കപ്പലുകളിൽ അഗ്നിഗോളം തീർത്ത് ട്രംപ്. കരാറില്ലെങ്കിൽ ഇറാനികളെ പച്ചയ്ക്ക് കത്തിക്കും. ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കുകയാണ് യുഎസിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തിരക്കിട്ട് കരാർ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് ട്രംപിനെ കൊണ്ടെത്തിച്ചത് എന്താണ്? എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിലപാട് മുന്നോട്ട് വെച്ചത് ട്രംപ്? ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകളിൽ തിരക്കിട്ടൊരു കരാറിലെത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഇരുപക്ഷവും ആവശ്യത്തിന് സമയമെടുത്ത് കൃത്യമായിട്ടുള്ള ഒരു കരാറിലെത്തണമെന്നും അതിൽ പിഴവുകൾ ഉണ്ടാകാൻ പാടില്ല എന്നും എന്തുകൊണ്ട് ട്രംപ് കൂട്ടിച്ചേർത്ത് പറയുന്നു? മധ്യസ്ഥർക്ക് ഇക്കാര്യത്തിൽ നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാനുമായിട്ടുള്ള കരാർ ഔദ്യോഗികമായിട്ട് പൂർത്തിയാക്കി ഒപ്പുവെക്കുന്നതുവരെ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെ നാവിക ഉപരോധം പൂർണ്ണ ശക്തിയോടുകൂടി തുടരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതേസമയം അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകളിലേക്ക് വീണ്ടും നീങ്ങുന്നതിന് ലോകം ആകാംക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ചർച്ചകളിലെ പുരോഗതിയെ സ്വാഗതം ചെയ്ത് യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും അടക്കം രംഗത്തെത്തുകയും ചെയ്തു. ചർച്ചകളിൽ പുരോഗതി ഉള്ളതായിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ധാരണയിലെ പുറത്തു വന്ന വിശദാംശങ്ങൾ ഓരോന്നായി നിഷേധിച്ചുകൊണ്ട് പക്ഷേ ഇറാൻ മാധ്യമങ്ങൾ രംഗത്തെത്തിയെങ്കിലും ധാരണയ്ക്കുള്ള സാധ്യതയെ അവർ തള്ളി പറഞ്ഞിട്ടില്ല. നയതന്ത്ര ചർച്ചകളിലെ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ അംഗീകരിക്കണമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ജനങ്ങളോടും മാധ്യമങ്ങളോടും ആഹ്വാനം ചെയ്യുകയാണ്. എല്ലാ തീരുമാനവും സുപ്രീം കൗൺസിലും പരമോന്നത നേതാവും അംഗീകരിച്ചത് മാത്രമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അമേരിക്ക ഇറാൻ ധാരണകൾ ഇസ്രായേലിന് ബാധകമാണ് എന്നുകൂടി ഇറാൻ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നയതന്ത്ര ചർച്ചകളിലെ തീരുമാനങ്ങൾ അംഗീകരിക്കണമെന്ന ഇറാൻ മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടുമുള്ള ഇറാൻ പ്രസിഡന്റ് ആഹ്വാനം വളരെ ശ്രദ്ധേയമാണ്. വിയോജിപ്പുകൾക്കെതിരെയുള്ള മുന്നറിയിപ്പ് ആണ് ഇത് എന്നുള്ള സൂചന നൽകുന്നുണ്ട്. എടുക്കുന്ന എല്ലാ തീരുമാനവും ഈ സുപ്രീം കൗൺസിലും ഒപ്പം തന്നെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിയും അംഗീകരിച്ചുകൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനകൾ കൂടി അവർ നൽകുകയാണ്. അപ്പോൾ ഇതിനിടെയാണ് സമാധാന ചർച്ചകൾക്കിടെ കടുത്ത നിലപാടുമായിട്ട് ഇറാൻ എം പി മഹമ്മൂദ് നബവിയൻ രംഗത്ത് വന്നത്. ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാത്ത കരാറെങ്കിൽ അത് ഇറാന്റെ പരാജയമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഹോർമുസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ടോൾ ഈടാക്കേണ്ട സാഹചര്യത്തെക്കുറിച്ചും യുദ്ധത്തിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതിനെ കുറിച്ചും ഇറാനെതിരായിട്ടുള്ള ഉപരോധങ്ങൾ അമേരിക്ക നീക്കുന്നതിനെ കുറിച്ചും അമേരിക്ക മേഖലയിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ചും അടക്കം വളരെ കൃത്യമായിട്ടുള്ള ആവശ്യങ്ങൾ നിരത്തുകയാണ്. ശത്രുവുമായിട്ടുള്ള കരാറിന്റെ ഉള്ളടക്കത്തിൽ ഹോർമൂസ് കടലിടുക്കിന്മേലുള്ള പരമാധികാരം, യുദ്ധ നഷ്ടപരിഹാരം, എല്ലാ ഉപരോധങ്ങളും നീക്കൽ, ടോൾ പിരിവ്, മരവിപ്പിച്ച ഫണ്ടുകൾ ഇതൊക്കെ വിട്ടു നൽകുന്നതിനെ കുറിച്ചും മേഖലയിൽ നിന്നുള്ള ശത്രുവിന്റെ പിന്മാറ്റമടക്കം, മാത്രമല്ല യുറേനിയം സമ്പുഷ്ടീകരണത്തിലുള്ള അംഗീകാരമടക്കം ഇറാൻ ആവശ്യപ്പെടുന്ന ഉറപ്പുകളാണ്. ഇവ ഉൾപ്പെടുന്നില്ല എങ്കിൽ ആ കരാർ വലിയ ദോഷം ജനങ്ങൾക്ക് ചെയ്യും, ഇറാന് ചെയ്യും എന്നുള്ള ഉറപ്പ് ഈ നബവിയൻ അടക്കം പറയുമ്പോഴും യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ള സൂചനകളാണ്. അമേരിക്ക ഇറാൻ ധാരണയുടെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വിവിധ വിവരങ്ങൾ നിഷേധിച്ച് ഇറാൻ മാധ്യമങ്ങൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇറാൻ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം 60 ദിവസം വെടിനിർത്തൽ എന്നത് കരാറിലില്ല എന്നും ഹോർമൂസിൽ കടന്നു പോകുന്ന കപ്പൽ അത് സാധാരണ നിലയിലാകുമെന്നും നിയന്ത്രണം എന്ന് പറയപ്പെടുന്ന എപ്പോഴും ഇറാന് തന്നെയായിരിക്കുമെന്നും കൂടിയുള്ള സൂചനകൾ ഇറാൻ മാധ്യമങ്ങൾ നൽകുകയാണ്. അമേരിക്ക ഇറാൻ ധാരണകൾ ഇസ്രായേലിന് ബാധകമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എല്ലാ മേഖലയിലും യുദ്ധം നിർത്തുന്ന ധാരണയിൽ പല മേഖലകളിൽ ഇപ്പൊ ലെബനിലടക്കമുള്ള സ്ഥലങ്ങളിലുള്ള യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ എന്ന് പറയപ്പെടുന്ന വളരെ കൃത്യമായിട്ടും ചില നീക്കുപോക്കുകളിലൂടെ മുന്നോട്ട് പോകാമെന്ന് കരുതുന്നുണ്ട് എങ്കിലും ഇറാന്റെ മുമ്പിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സമാധാന ചർച്ചകളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു പിഴവ് പറ്റിയാൽ അതിന്റെ ആശങ്കകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ചർച്ചകൾ ധാരണയിലെത്തുന്നതായിട്ട് അമേരിക്ക പറഞ്ഞിരുന്നു. പക്ഷെ അതേസമയം പരസ്യ പ്രസ്താവനകളും പരസ്പര വിരുദ്ധമായ നിലപാടുകളും ഇറാന്റെ ഭാഗത്ത് നിന്നും അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ഈ സമാധാന ചർച്ചകളെ ബാധിക്കുമെന്നുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്ക, ഇറാൻ, പാകിസ്ഥാൻ എന്നിവർക്ക് പുറമെ നേരിട്ടല്ലെങ്കിൽ കൂടിയും സൗദി, ഖത്തർ, UAE, ജോർദാൻ, തുർക്കി, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ കൂടി ഇപ്പോൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും ഇറാൻ ഒരു അകലം പാലിച്ചു നിൽക്കുന്നുണ്ട്. മാത്രമല്ല അമേരിക്കയ്ക്ക് എങ്ങനെയും ഈ ഒരു സമാധാന കരാർ ഉണ്ടാക്കിയെടുക്കുക, അതിന് 5 ദിവസം വൈകിയാലും കുഴപ്പമില്ല, അത്തരത്തിലൊരു സമാധാന കരാർ ഉണ്ടാക്കിയെടുത്ത് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുക എന്നുള്ളതാണ്. പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ ഇറാനിയൻ കപ്പലുകളിൽ അഗ്നിഗോളം തീർക്കുന്ന തരത്തിലുള്ള സാഹചര്യം ട്രംപ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു. കരാറില്ല എന്നുണ്ടെങ്കിൽ, ഒരു കരാർ ഉണ്ടാക്കിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറാനിലേക്ക് കുതിച്ചു കയറുക അമേരിക്കൻ പടയാളികളായിരിക്കും. അമേരിക്കൻ സേന അത്തരത്തിലെത്തുകയും ഇറാനികളെ പച്ചയ്ക്ക് കത്തിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നുള്ള
വളരെ കൃത്യമായിട്ടുള്ള മറുപടി, വളരെ കൃത്യമായിട്ടുള്ള ഭീഷണി കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് ട്രംപ്. അപ്പോൾ ഇവിടെ ഇനിയുള്ള ദിനങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയപ്പെടുന്ന, മണിക്കൂറുകൾ എന്ന് പറയപ്പെടുന്ന, സമാധാന ചർച്ചകൾ എന്ന് പറയപ്പെടുന്നത് നടന്നില്ല എങ്കിൽ കൂടിയും സമാധാന ചർച്ചകളിലൂടെ ഒരു കരാറിലെത്താൻ ഇവർക്ക് കഴിയാതായി പോവുകയും ചെയ്താൽ ഇറാന്റെ തീരങ്ങളിൽ നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലുകളിൽ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകുകയും അതിൽ അഗ്നിഗോളം തീർത്ത് ആ ഇറാനിയൻ സേനയെ തകർക്കുകയും ചെയ്യുക എന്നുള്ളത് ട്രംപിന്റെ ലക്ഷ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കരാറിലേക്ക് എത്തുവാൻ ഇറാനികൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, അമേരിക്കയ്ക്ക് അനുകൂലമാകുന്ന സാഹചര്യത്തിലുള്ള അല്ലെങ്കിൽ അമേരിക്ക പറയുന്ന തരത്തിലുള്ള ഒരു കരാറിലേക്ക് എത്തുവാൻ ഇറാനികൾ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറാനിലെ മനുഷ്യരെ പച്ചയ്ക്ക് കത്തിക്കുന്ന ഒരു സമീപനമായിരിക്കും ട്രംപും അമേരിക്കയും സ്വീകരിക്കുക.